ഇതായിരുന്നു നമ്മുടെ സ്വർഗം. ഇവിടെയായിരുന്നു നാം ഉണ്ടാക്കിയ പറുദീസ. പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുളങ്ങളും മൺവഴികളും ഒക്കെ ചേർന്ന പറുദീസ. വേലിത്തലപ്പുകളിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇടവഴികളിൽ നിറയെ മരങ്ങളും തണലും ഉണ്ടായിരുന്നു. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലൂടെ ഉത്സവത്തിനായുള്ള നടത്തമുണ്ടായിരുന്നു. പന്തുകളിയും തായംകളിയും പകിടകളിയും ഉണ്ടായിരുന്നു. പ്രകൃതി ഏറെ സുന്ദരമായിരുന്നു. പൂമരങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗ്രാമങ്ങളും നാടിൻ നന്മകളും ഉണ്ടായിരുന്നു. ആ കാലം ഇനിയും ഉണ്ടാകുമോ? ഇനി ഒരിക്കലും അതൊന്നും പുനഃസൃഷ്ടിക്കപ്പെടില്ല എന്ന യാഥാർത്ഥ്യം നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നാം സമ്മതിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ പ്രകൃതിയും ജീവിതചര്യകളും നമ്മെ ഏറെ കാലം മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. കാലപ്രയാണത്തിൽ പഴമകളെല്ലാം നമുക്ക് നഷ്ടമായി. അതൊന്നും ഇനി ഒരിക്കലും തിരികെ വരാൻ പോകുന്നില്ല. മാറ്റങ്ങളെ നമുക്ക് തടയാൻ സാധിക്കില്ല. എങ്കിലും ഈ മാറ്റങ്ങൾ അത് നമ്മെ നൊമ്പരപ്പെടുത്തും. നഷ്ടസ്വർഗങ്ങളുടെ വിലാപങ്ങൾ നമ്മെ എന്നും പിന്തുടരും. 60കളിലും 70കളിലും 80കളിലും 90കളിലും ജനിച്ചവർ സാക്ഷ്യം വഹിച്ച ഒരു ഭൂമികയുണ്ട്. ജീവിത വൃത്താന്തങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് അന്യമായി തീർന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ കാലഘട്ടത്തെ വർണ്ണിക്കുക? എങ്ങനെയാണ് അതിന്റെ അനുഭവങ്ങൾ വിസ്തരിക്കുക? വാക്കുകൾക്ക് അതീതമായ ഒന്നാണത്. എ പ്രോഗ്രസീവ് ജേണി എന്ന ഈ ചെറിയ ചാനലിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോടും അഭ്യുദയകാംക്ഷികളോടുമുള്ള നന്ദിയും സ്നേഹവും ഇവിടെ അറിയിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥനയും. ഈ ചാനൽ പിച്ചവെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ചാനലിലെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്സും കമന്റ്സും ഷെയറിങ്ങും ഒക്കെ നിരന്തരം പ്രതീക്ഷിക്കുന്നു. സ്കൂൾ അവധിക്ക് അമ്മ വീട്ടിലേക്കുള്ള യാത്ര. വല്ലപ്പോഴും ഉണ്ടായിരുന്ന ബസ്സിൽ മുൻവശത്തുള്ള പലകയിലിരുന്നുള്ള യാത്ര. നാലുകെട്ട് ശൈലിയിലുള്ള തറവാട്ടിലെ സുഖമുള്ള ഓർമ്മകൾ. വല്യമ്മയുടെയും ഇളയമ്മയുടെയും മാമമാരുടെയും ഒക്കെ മക്കൾ ഒന്നിച്ചുള്ള അവധി ദിനങ്ങൾ. കളികളും കുസൃതികളും ഒക്കെയായി കുറച്ചു ദിനങ്ങൾ. പ്ലാവും മാവും തെങ്ങുകളും മറ്റു നിരവധി മരങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന വലിയ പറമ്പുകൾ. അവിടെ വേലികളും മതിലുകളും ഉണ്ടായിരുന്നില്ല. ബസ്സിറങ്ങി പറമ്പുകളിലൂടെയാണ് യാത്ര. കോഴിമണലായിരുന്നു അവിടുത്തെ ഹൈലൈറ്റ്. കളിക്കിടയിൽ വീണാലും വലിയ പരുക്ക് പറ്റില്ല. വീടിന് ചുറ്റുമുള്ള ചെറിയ കുഴികളിൽ നിന്നും കുഴിയാനയെ പിടിക്കൽ. മാസുകളി, വട്ടത്തിലിരുന്നുള്ള കളികൾ. വലിയ പൂന്തോട്ടത്തിൽ നിരവധിയായ പൂക്കൾ ഉണ്ടായിരുന്നു. മരക്കോണി കയറി തട്ടിമ്പുറത്തേക്കുള്ള യാത്ര. പോകുന്ന വഴിയിലുണ്ടായിരുന്ന വലിയ പത്തായം, ചോറ് കഴിക്കാനുള്ള ചെമ്പിന്റെ പാത്രങ്ങൾ. രാത്രി അത്താഴമൊക്കെ കഴിഞ്ഞ് കളികളും പാട്ടുകളും ഒക്കെയായി ഒരുമിച്ചുറക്കം. എല്ലാം വേറെ ഒരു ലോകമായിരുന്നു. അവധി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ മനസ്സൊന്ന് പിടയ്ക്കുമായിരുന്നു. ഇനി അങ്ങനെയൊരു ഒത്തുചേരൽ
എന്നാണ് ഉണ്ടാവുക? അവധിക്കാലം മുഴുവൻ വിനോദങ്ങളായിരുന്നു. അയൽപ്പക്കത്തൊക്കെ നിരവധി കുട്ടികളുണ്ടായിരുന്നു. രാവിലെ മുതൽ കളികളുടെ ആരവങ്ങൾ തുടങ്ങുകയായി. ഒളിച്ചുകളി, പുള്ളിയാങ്കുത്ത്, നൂറാങ്കോല്, ചുട്ടിയും മണിയും, മാസ് കളി, ഗോലിക്കളി, ഊഞ്ഞാലാട്ടം, വീടുണ്ടാക്കൽ, മരം കയറൽ, മാങ്ങ പൊട്ടിക്കൽ, പേരക്കയും ചാമ്പക്കയും മറ്റും കഴിക്കൽ, പുളിവെള്ളം ഉണ്ടാക്കൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെറിയ തിയേറ്റർ. തിയേറ്ററിന്റെ പണി ഒന്ന് വേറിട്ട് പറയേണ്ടത് തന്നെയാണ്. വെള്ളത്തുണി വെച്ച് സ്ക്രീൻ. മണ്ണുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ തിയേറ്ററിന്റെ മുൻവശത്ത് സാമാന്യം വലുപ്പമുള്ള വലിയൊരു ദ്വാരം ഉണ്ടാക്കും. അതിന്റെ പിന്നിൽ ഫിലമെന്റ് കളഞ്ഞ ബൾബിൽ വെള്ളം നിറച്ച് തൂക്കിയിടും. അന്ന് കിട്ടുമായിരുന്ന ഫിലിം സ്ലൈഡുകൾ ബൾബിന്റെ പിന്നിൽ പിടിക്കും. കുറച്ച് ദൂരെ നിന്നും ബൾബിന് നേരെ കണ്ണാടി പിടിച്ച് സൺലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടാക്കും. ബൾബിലെ വെള്ളത്തിലേക്ക് സൺലൈറ്റ് വരുമ്പോൾ പുറകിലുള്ള ഫിലിം സ്ക്രീനിൽ കാണും. അതായിരുന്നു തിയേറ്റർ നിർമ്മാണം. എന്തൊക്കെ പണികൾ, സജ്ജീകരണങ്ങൾ, പ്ലാനിംഗ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ. അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. വൈകിട്ട് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ പന്ത് കളി. വലിയ ചേട്ടന്മാരുടെ പന്ത് കളിക്കിടയിൽ പുറത്തു പോകുന്ന പന്ത് പെറുക്കലാണ് ഞങ്ങൾ കുട്ടികളുടെ പ്രധാന പരിപാടി. നേരെ ഇരുട്ടി വീട്ടിൽ വന്ന് കുളിച്ചാൽ പിന്നെ മുറ്റത്തുള്ള ചെറിയ പാറപ്പുറത്തിരുന്ന് കുട്ടികളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറച്ചിൽ. കഥകൾ ഉണ്ടാകും, സംഭവങ്ങൾ ഉണ്ടാകും, സിനിമാ കഥകൾ ഉണ്ടാകും, നാട്ടിലെ കാര്യങ്ങൾ ഉണ്ടാകും. വീട്ടിൽ നിന്നുള്ള വിളി വരും വരെയും അത് നീണ്ടു നിൽക്കും. മെയ് പകുതി കഴിയുമ്പോൾ വിഷമം തുടങ്ങും. ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മുൻപ് പഠിച്ച കുട്ടികളുടെ പുസ്തകങ്ങളുടെ എക്സ്ചേഞ്ച് ടൈമാണിത്. പേജുകൾ പിന്നിയ കീറിയ ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് പുസ്തകങ്ങൾ പുതിയത് വാങ്ങും. പുതിയ നോട്ട് പുസ്തകങ്ങൾ തുറക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഗന്ധമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വേനൽ മഴ വീഴുന്നതോടെ വീട്ടിലെ പണികൾ തുടങ്ങും. കൃഷിപ്പണിയും പൂന്തോട്ടപ്പണിയും ഒക്കെ തുടങ്ങി വെക്കും. ഒപ്പം തന്നെ വീടിന്റെ ഓടുകൾ എടുത്ത് പുതുക്കി മേയലും. മാറാല തട്ടി കഴുക്കോലുകളിലും പട്ടികകളിലും തിന്നറും കരിയോയിലും ഒക്കെ ഒഴിച്ച് പുതുക്കി മേയൽ. 1-2 മഴ കഴിയുന്നതോടെ പൂന്തോട്ടത്തിലെ ചെടികൾ മുളയ്ക്കാൻ തുടങ്ങും. സീനിയയും ചെട്ടുമല്ലിയും വാടാമല്ലിയും നക്ഷത്രപ്പൂക്കളും തുമ്പയും ഒക്കെ മുളയ്ക്കാൻ തുടങ്ങും. പറമ്പിൽ പച്ചക്കറിക്കുള്ള തടമെടുപ്പ് ശക്തിയായി നടക്കുന്നുണ്ടാകും. മഴയ്ക്ക് മുമ്പേ വിത്തിടും. പയറും അമരയും വെണ്ടയും ചീരയും ഒക്കെ നിറയെ ഉണ്ടാകും. തുവരപ്പരിപ്പും വഴുതനയും ആ നിരയങ്ങനെ നീണ്ടുപോകും. വാഴകളുടെ കന്ന് പറിച്ചു നടൻ. നേന്ത്രനും പാളയംകുടനും പൂവനും ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ശക്തിയായും പെയ്യുന്ന മഴ. തെക്കുനിന്നും കിഴക്കുനിന്നും ഒക്കെ കാർമേഘങ്ങൾ പരന്ന് സൂര്യനെ മൂടും. തുള്ളിക്കുരുക്കുടം എന്ന രീതിയിൽ കാലവർഷം കനക്കും. കമ്പി പൊട്ടിയ പഴയ കുടകളും ചൂടി സ്കൂളിലേക്കൊരു നടത്തം. മൺവഴിയുടെ അരികിലൂടെ പോകുന്ന വെള്ളച്ചാലിലെ മീനുകളെയും ഞണ്ടുകളെയും തവളക്കുഞ്ഞുങ്ങളെയും കണ്ടുകൊണ്ടാണ് നടത്തം. പുതിയ യൂണിഫോം ഒന്നും ഉണ്ടാവില്ല. സ്കൂൾ എത്തുമ്പോഴേക്കും ആകെ നനഞ്ഞിട്ടുണ്ടാവും. പുസ്തകങ്ങൾ വെക്കാനുള്ള പഴയ അലുമിനിയം പെട്ടികയുടെ വിടവിലൂടെ വെള്ളം ഉള്ളിലേക്ക് അരിച്ചിറങ്ങിയിട്ടുണ്ടാകും. ഉച്ചയ്ക്ക് ചമ്മന്തിയും മറ്റും വെച്ചുള്ള ഊണ്. ചിലപ്പോൾ മുട്ട പൊരിച്ചതോ മറ്റോ ഉണ്ടാവും. ചോറൂണ് കഴിഞ്ഞാലാണ് യഥാർത്ഥ യുദ്ധം. പാത്രം കഴുകാനുള്ള വെള്ളത്തിന് വലിയ ഗുസ്തി പിടിക്കണം. ആകെ ഉണ്ടായിരുന്ന കിണറ്റിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പാട്ടയിട്ട് വെള്ളം കോരിയെടുക്കും. ബക്കറ്റ് മുകളിൽ എത്തുമ്പോഴേക്കും 4 ഭാഗത്തു നിന്നും ബക്കറ്റിലേക്ക് നീണ്ടുവരുന്ന എച്ചിൽ പാത്രങ്ങൾ. വലിയ കടിപിടികൾക്ക് ശേഷം, യുദ്ധങ്ങൾക്ക് ശേഷം എങ്ങനെയൊക്കെയോ പാത്രം കഴുകി ഒരു മടക്കം. വായ കഴുകാനുള്ള വെള്ളം ചൂറ്റുപാത്രത്തിൽ എടുത്ത് വരുന്ന വഴിയിൽ കവിൾ കൊള്ളണം. മഴ ശക്തമായി പെയ്യുകയായിരിക്കും. മരപ്പലക കൊണ്ടുണ്ടാക്കിയ അരികു ഭിത്തികളിലൂടെ ഈറൻ ക്ലാസ്സിലെത്തും. തണുത്ത കാറ്റിനൊപ്പം ഈറനും കൂടിയാകുമ്പോൾ ഇത് വല്ലാത്തൊരു വിഷമമുണ്ടാക്കും. എങ്കിലും പുറത്തു നല്ല മഴയുണ്ടെന്ന സന്തോഷവും ഉള്ളിലുണ്ടാവും. 4 മണി ബെല്ല് കേട്ടയുടനെ ചെറിയ കുന്നിറങ്ങി തിരിച്ചു നടത്താം. ഒഴുകി വരുന്ന ചെറിയ വെള്ളച്ചാലിൽ കാലുവെച്ച് തണുപ്പുള്ള വെള്ളം ചവിട്ടി
ചാമ്പയോ ലൂവിക്കയോ പേരക്കയോ പൊട്ടിച്ചൊരു നടത്തം. പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള വരമ്പിലൂടെ മൺപാതയിലൂടെയുള്ള നടത്തം. ആകാശം മഴമേഘങ്ങൾ കൊണ്ട് മൂടി മ്ലാനമായി നിൽക്കുകയാണ്. ഏതു സമയത്തും നല്ലൊരു മഴ പെയ്യാം. നിങ്ങൾ നഗ്നപാതരായി വരമ്പിലൂടെ അങ്ങനെ നടക്കുകയാണ്. ചെളിച്ചവിട്ടി വെള്ളത്തിൽ കളിച്ച് അങ്ങനെ നീങ്ങുകയാണ്. ചെറിയ ഇടിമുഴക്കങ്ങൾ കേൾക്കാം. ഏതൊക്കെയോ പക്ഷികൾ ശബ്ദമുണ്ടാക്കി പറക്കുന്നുണ്ട്. റോഡിനരികിലൂടെയുള്ള തോട്ടിൽ മീൻ കുഞ്ഞുങ്ങൾ ഏറെയുണ്ട്. ഞങ്ങൾ തോർത്തിട്ട് മീൻ പിടിക്കാൻ തുടങ്ങി. ചേമ്പില പൊട്ടിച്ച് അതിൽ വെള്ളം നിറച്ച് മീൻ കുഞ്ഞുങ്ങളെ അതിലിടും. പെട്ടെന്നതാ വലിയൊരു മിന്നൽ, പിന്നാലെ ദിക്കുകൾ ഭേദിക്കുമാറ് കൂട്ടൻ ഇടിമുഴക്കവും. നിങ്ങൾ പേടിച്ചരണ്ട് മീൻ കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് ഓടാൻ തുടങ്ങി. വരമ്പിനക്കരെയുള്ള വീട്ടിലെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. മൺവീടിന്റെ തൊടിയിൽ മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മണ്ണിഷ്ടികയ്ക്ക് വേണ്ടി കുഴിച്ച വലിയൊരു കുഴിയാണ് ഞങ്ങളുടെ കുളം. മീനും കുഞ്ഞുങ്ങളെ പിടിച്ച് അതിലിട്ടിട്ടുണ്ട്. തവളകളുമുണ്ട്. വീട്ടിലെ ചോർച്ചകൾ വലിയ പണിയായിരുന്നു. കവുങ്ങിൻ പാളകൾ വെട്ടിയെടുത്ത് ചോർച്ചയുള്ള ഓടുകൾക്കിടയിൽ തിരുകണം. അങ്ങനെ ഒരിടത്തെ ചോർച്ച മാറുമ്പോൾ മറ്റൊരിടത്ത് തുറക്കും. പാളകൾ വെക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പഴയ പാത്രങ്ങൾ ബക്കറ്റുകളൊക്കെ വെച്ച് ചോർച്ച വെള്ളം പിടിക്കണം. കൃഷിപ്പണികൾ തകൃതിയായി നടക്കുകയായിരിക്കും. കണ്ണുകൾ മണ്ണിട്ട് പൊക്കണം, തടം ശക്തിപ്പെടുത്തണം. ചെടികൾക്ക് മണ്ണും വളവും ഇട്ട് കൊടുക്കണം. വേലിപ്പത്തലുകൾ വെട്ടി മിക്കവാറും കൊന്നത്തറികൾ വെട്ടി താങ്ങു കൊടുക്കണം. കർക്കിടകമാകുമ്പോഴേക്കും പൂക്കൾ ഇട്ടു തുടങ്ങും. പയറിൽ വെച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. പൂന്തോട്ടത്തിലും ചെടികൾ വളർന്നു പൂവിടാൻ തുടങ്ങും. കാശിത്തുമ്പയും ചെട്ടുമല്ലിയും സീനിയയും ഒക്കെ വിരിയാൻ തുടങ്ങും. മാസം കഴിയുമ്പോഴേക്കും സന്തോഷം കതിരിടാൻ തുടങ്ങും. സൂര്യവെളിച്ചം കുറെ കൂടി പരക്കാൻ തുടങ്ങും. മഴയ്ക്ക് ശമനമുണ്ടാകും. പിന്നെ ചിങ്ങത്തിന്റെ ഒരു വരവാണ്. പൂക്കളും പൂവിളികളും ഒക്കെയായി ഉദയങ്ങൾ. നാടും നഗരവും ഓണത്തപ്പന്റെ വരവും കാത്തിരിക്കുകയായി. ഓണപരീക്ഷ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട. കളികളുടെ ദിനങ്ങൾ വീണ്ടും സജീവമാകും. മാറ്റിവെച്ചിരുന്ന മിക്ക കളികളും പുറത്തെടുക്കും. രാവിലെ എണീറ്റ് പൂപ്പറിക്കാൻ തൊടിയിലേക്ക്. മഴ പെയ്ത് കാട് പിടിച്ചു നിൽക്കുന്ന ചെളിയും ചെടികളും ഇടതൂർന്ന് കിടക്കുന്ന തൊടികളിലേക്കൊരു പോക്ക. മുക്കുറ്റിയായിരുന്നു അന്വേഷണത്തിൽ ആദ്യം. പൂവളപ്പൂക്കൾ, കാശിത്തുമ്പ, സേനിയ, തെച്ചി, ചെട്ടുമല്ലി, ചെമ്പരത്തി, വാടാർമല്ലി, നക്ഷത്രപ്പൂ, കാവടിപ്പൂ, തൊട്ടാവാടി, കാക്കപ്പൂ, കോളാമ്പിപ്പൂ, കൊങ്ങിണി, അരിപ്പൂ, ഡെയ്സി, ശംഖുപുഷ്പം, പൂച്ചവാലൻ, മന്ദാരം, ജമന്തി, കനകാംബരം, നാലുമണിപ്പൂ, ചെമ്പകം, അരളി, രാജമല്ലി, പാലപ്പൂ, പിന്നെ അങ്ങനെ പേരറിയാത്ത പലതരം പൂക്കൾ. വേലിത്തലപ്പുകളിൽ പലതരം വള്ളിച്ചെടികളും ഉണ്ടായിരുന്നു. മഴയെല്ലാം പതുക്കെ മാറി നിന്ന് സൂര്യരശ്മികൾ ചെഞ്ചായമിടുന്ന മുറ്റത്ത് ഒരുമിച്ചിരുന്ന് ഓണപ്പൂക്കളം തയ്യാറാക്കൽ. ചിലപ്പോൾ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടും. തെക്കുനിന്നും കിഴക്കുനിന്നും ഇരുൾ പരക്കും. വൃഷ്ടിയുടെ നാളുകൾക്ക് തൽക്കാലം വിടചൊല്ലി വസന്തം അടുക്കളയിൽ വിരുന്നു വന്നിട്ടുണ്ടാകും. അടുക്കളയിൽ നിന്ന് സാമ്പാറിന്റെയും പപ്പടം വറുക്കലിന്റെയും ഒക്കെ മണം എങ്ങും പരക്കുന്നുണ്ടാകും. പുളി കഴിഞ്ഞ് വാഴയിലയിട്ട് ഒന്നിച്ചൊരു നേന്ത്രപ്പഴം പുഴുങ്ങിയതും പായസവുമായിരിക്കും അന്നത്തെ സ്പെഷ്യൽ ഡിഷ്. ഊണൊക്കെ വെറും ഒരു സാമ്പിൾ മാത്രമായിരുന്നു. ഊണിന് ശേഷമാണ് ഞങ്ങളുടെ ലഹരി ആരംഭിക്കുന്നത്. ചുറ്റുപാടുമൊക്കെയുള്ള മിക്ക കുട്ടികളും വീട്ടിലുണ്ടാകും. ധാരാളം മുറ്റമുണ്ടായിരുന്നത് കൊണ്ട് കളികളെല്ലാം വീടിന്റെ മുറ്റത്തായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും കളിയിൽ പങ്കെടുത്തിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ. മാസുകളി, കളിപ്പന്ത്, കുട്ടിയും കോലും, തായം കളി, അങ്ങനെ നാട് ആരവങ്ങൾ കൊണ്ട് മൂടുക നിമിഷം. കളിക്കിടയിൽ നാട്ടിട വഴിയിലൂടെ ഒരു കറക്കമുണ്ട്. വെള്ളച്ചാലിലൂടെ നടന്ന് മീനുകളെ തോർത്തിട്ട് പിടിച്ച്. ലക്ഷ്യം പാണന്മാരുടെ വീടാണ്. അവിടെ ഉച്ചയൂണ് കഴിഞ്ഞാൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചേർന്ന് ഓണക്കളി കളിക്കുമായിരുന്നു. ഓണപ്പാട്ടിനൊപ്പം വട്ടത്തിൽ നിന്ന് ചുവടുവെച്ചുള്ള നൃത്തരൂപം. ഒട്ടേറെ പേർ ഇതൊക്കെ കാണാൻ തടിച്ചുകൂടുമായിരുന്നു. മറ്റൊരിടത്ത് പകിടയുടെ ആർപ്പുവിളികൾ കേൾക്കാമെങ്കിൽ വേറെയിടങ്ങളിൽ തായംകളിയുടെ ആരവങ്ങളുമായിരിക്കും. കവടികൾക്ക് ജീവനുണ്ടോ എന്ന് പോലും സംശയിച്ചു പോയിരുന്നു. അതുപോലെ കൗടികൾ നെഞ്ചോട് ചേർത്ത് ആക്രോശിച്ച് ആഹ്വാനം കൊടുത്ത് വായുവിലേക്കൊരേറാണ്. വാശിയും വീറും നീണ്ടു നിൽക്കുന്ന കളങ്ങൾ. വേറൊരു കൂട്ടം ചീട്ടിന്റെ ലഹരിയിൽ അമർന്നിരിക്കുന്നത് കാണാം. കറക്കമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കളിയുടെ തിമിർ. സൂര്യൻ അങ്ങ് കുന്നിൻ ചെരുവിലേക്ക് മറഞ്ഞു പോകും വരെയും ഞങ്ങൾ കുട്ടിക്കൂട്ടത്തിന്റെ കളികൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്നുള്ള നീട്ടിവിളികൾ കേൾക്കുമ്പോഴാണ്
രംഗത്തിന് പരിസമാപ്തി ഉണ്ടാക്കുക. വീണ്ടും നാളെ കാണാം എന്ന ഉറപ്പിന്മേൽ സംഘം പിരിഞ്ഞു. വൈകിപ്പെയ്ത മഴയിൽ അന്നത്തെ ഓണപ്പൂക്കളം ഒലിച്ചു പോകുന്നു. ഉറക്കത്തിൽ എവിടെയോ മഹാബലിയും പാട്ടുകളും കടന്നു വരുന്നു. അവധി ദിനങ്ങളുടെ ആലസ്യവും സൗന്ദര്യവും ഒരിക്കലും അവസാനിക്കരുത് എന്ന് ആശിച്ചുകൊണ്ടുള്ള 10 ദിനങ്ങൾ. ഇനി ആ ദിനങ്ങൾ തിരിച്ചു വരുമോ? ആനന്ദങ്ങൾ വീണ്ടും കിട്ടുമോ? ഓണം കഴിയുന്നതോടെ സ്കൂളിൽ കലാമത്സര സമയം ആരംഭിക്കുകയായി. വ്യത്യസ്തങ്ങളായ മത്സരങ്ങളിൽ പങ്കെടുത്ത് കിട്ടുന്ന സമ്മാനങ്ങൾ, പിന്നീട് റവന്യൂ ജില്ലാ മത്സരങ്ങൾ. നവംബർ അവസാനമാകുമ്പോഴേക്കും ക്രിസ്മസിന്റെ ആരവങ്ങൾ ആരംഭിക്കുകയായി. സ്റ്റാർ തൂക്കിയും പുൽക്കൂടുണ്ടാക്കിയും ആകെ ഒരു ഉത്സവ പ്രതീതി. മരക്കാലുകൾ കുഴിച്ചിട്ട് പൊക്കിയ പ്ലാറ്റ്ഫോമിലാണ് പുൽക്കൂട് നിർമ്മാണം. പനമ്പട്ടകൾ വെട്ടി കൂട് നെയ്യുന്നു. തെങ്ങിൻ പട്ടയുടെ അരികു വെട്ടി വർണ്ണക്കടലാസ് ഒട്ടിച്ചുണ്ടാക്കുന്ന നക്ഷത്രങ്ങൾ. അതിന്റെ ഭംഗിയൊന്ന് വേറെയായിരുന്നു. മണലരിച്ചു കിട്ടുന്ന പോഴി പുൽക്കൂട്ടിൽ വിതറിയിടും. പഴയ രൂപങ്ങൾ വെച്ച് അലങ്കരിക്കും. ചെറിയ ചെറിയ തോരണങ്ങളും ബലൂണുകളും വെച്ചുള്ള അലങ്കാരങ്ങൾ. ചെറിയ ടോർച്ച് ബൾബുകൾ വാങ്ങി ബാറ്ററി വെച്ച് കണക്ട് ചെയ്താണ് ദീപാലങ്കാരം. ചുറ്റുപാടുമുള്ള കുട്ടികളെല്ലാം ഒത്തുചേർന്ന് കിട്ടിയ ചുവന്ന ലോകയൊക്കെ ചുറ്റി എങ്ങനെയൊക്കെയോ സാന്താക്ലോസിന്റെ മുഖംമൂടിയും സംഘടിപ്പിച്ചുള്ള കരോൾ. ചിരട്ടകളിൽ മെഴുകുതിരി കത്തിച്ചു പിടിക്കും. ബാറ്ററി വെച്ച് കണക്ട് ചെയ്ത ചെറിയ ബൾബുകൾ നക്ഷത്രങ്ങളിൽ പിടിപ്പിക്കും. എന്നാലും വലിയ വെട്ടമൊന്നും ഉണ്ടാകില്ല. ഇരുട്ടേറിയ വഴികളിലൂടെ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത വീടുകളിലേക്ക് കപ്പും കൊട്ടി ചെറിയൊരു സംഘം. കളികളും തമാശകളും നിറഞ്ഞൊരു യാത്ര. പോയി കയറുന്ന വീട്ടുകാർക്കും സംശയമായിരിക്കും, ഇത് കരോൾ സംഘം തന്നെയാണോ എന്ന്. 1 രൂപ, 2 രൂപ, 5 രൂപയൊക്കെ ആവും മാക്സിമം ഓഫറിങ്സ്. കിട്ടിയ ചെറിയ സംഖ്യ വെച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾ. അന്ന് വീട്ടിലെല്ലാം വേറൊരു ലോകമായിരുന്നു. മണ്ണെണ്ണ വിളക്കിൽ നിന്നും ബൾബിലേക്ക് പെട്രോമാക്സും സ്വിച്ചും ഒക്കെ ആ കാലഘട്ടത്തിന്റെ മാത്രം കാഴ്ചകളായിരുന്നു. ഉരലും ആട്ടുകല്ലും അമ്മിക്കല്ലും ഉറിയും പനമ്പായകളും പാതാളക്കരണ്ടിയും അങ്ങനെ എന്തൊക്കെ വസ്തുക്കൾ. ചിരട്ടയിട്ട് കത്തിച്ച് ഉപയോഗിക്കുന്ന തേപ്പറ്റ്, കമ്പ്രാന്തൽ വിളക്ക്, അളവ് പാത്രങ്ങളായ ഉരി, നാവുരി, എടങ്ങഴി, നാഴി മുതലായവയൊക്കെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയിരിക്കുന്നു. റേഡിയോ, ഗ്രാമഫോൺ എന്നിവയും വിസ്മൃതിയിൽ ആണ്ടുപോയി. ഉമിക്കരിയും മാവിലയും വെച്ചുള്ള പല്ല് തേപ്പ്, കിണറ്റിൻകരയിൽ നിന്നുള്ള കുളി. ഇനി അങ്ങനെ ഒരു ചിത്രം സങ്കല്പിക്കാൻ പറ്റുമോ? വീട്ടിലെ ഉമ്മറം, അച്ഛന്റെ അകം, കിഴക്കിനി, തെക്കിനി, നടലകം എന്നിങ്ങനെയുള്ള വിഭജനങ്ങൾ. കല്യാണം എന്നൊക്കെ പറയുന്നത് വേറൊരു തലമായിരുന്നു. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ബന്ധുവീടുകളിൽ നേരിട്ട് പോയി ക്ഷണിക്കണം. പന്തൽ പണി കഴിഞ്ഞാൽ അലങ്കാരങ്ങളൊക്കെ എല്ലാവരും ചേർന്ന്
തലേ ദിവസം ഉറക്കമില്ലാത്ത രാത്രിയാകും മിക്കവർ. സദ്യക്കുള്ള ഒരുക്കങ്ങൾ, തേങ്ങച്ചിരകലും പാലപ്പിഴിയിലും കറിവെക്കലും ഒക്കെയായി നേരം വിളിക്കും. അലങ്കാരപ്പണികളും ഒപ്പം നടക്കുന്നുണ്ടാകും. വെളുപ്പിന് കുറച്ചു നേരം പന്തലിൽ തന്നെ കിടന്നുറക്കാം. അംബാസഡർ കാറിന്റെ ആഡംബരത്തിൽ വിരുന്നു പോക്ക്. ജനനം, വിവാഹം, മരണം, ഉത്സവങ്ങൾ എന്നിങ്ങനെ എല്ലാം വ്യത്യസ്തമായിരുന്നു. സിനിമാ കൊട്ടകയും വിദ്യാലയങ്ങളും ആശുപത്രികളും ഒക്കെ വേറൊരു കാഴ്ചയായിരുന്നു. റോഡുകളും വാഹനങ്ങളും ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും കടത്തുവള്ളങ്ങളും കടവുകളും എന്നിങ്ങനെ എല്ലാതും പ്രാചീനതയുടെ അടയാളങ്ങൾ നെഞ്ചേറ്റിയതായിരുന്നു. വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യത്തിന്റെ പരിഭവങ്ങൾക്കിടയിലും സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ വർണ്ണാഭയുണ്ടായി. അതിരുകളില്ലാത്ത വീടുകളും മനസ്സുകളും ഏറെയുണ്ടായിരുന്നു. പങ്കുവയ്ക്കലിന്റെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഏറെ കരുത്തു പകർന്നിരുന്നു. വേഗതയുടെ ആദികൾ ഉണ്ടായിരുന്നില്ല. സമ്പത്തിന്റെ തലക്കനമുണ്ടായിരുന്നില്ല. അത്യാഗ്രഹത്തിന്റെ ധാർഷ്ട്യവും കുറവായിരുന്നു. നഷ്ടസ്വർഗങ്ങളുടെ തിരിശേഷിപ്പുകൾ പോലും അവശേഷിപ്പിക്കാതെ കാലമേറെ കടന്നുപോയി. ഇനി ആ പഴയ കാലം തിരിച്ചു വരില്ല. വേഗതയുടെ വേറൊരു ലോകത്തേക്ക് നാം ഒക്കെ എന്നോ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ആ വേഗതയ്ക്കൊപ്പം ചരിച്ചേ മതിയാകും, അല്ലെങ്കിൽ നാം ഒക്കെ ഒറ്റപ്പെട്ടു പോകും. എങ്കിലും ആ പഴയ ഗ്രാമം നമ്മെ മാടി വിളിക്കും, പ്രലോഭിപ്പിക്കും. നനുത്ത സ്മരണകൾ ഉതിർത്ത് നമ്മെ മോഹിപ്പിക്കും. ആ ഓർമ്മകളിൽ മുഴുകി ജീവിക്കുന്നത് തന്നെയല്ലേ നമ്മുടെ മഹാഭാഗ്യങ്ങളിലൊന്ന്.